ആശുപത്രിയിൽ നിന്നുള്ള പുതിയ അപ്ഡേറ്റിലേക്ക് പോകാം. ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, പോലീസ് സംഘം എത്താറായിട്ടുണ്ടോ? ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ദൃക്സാക്ഷികളില്ലാത്ത കേസാണ്. ഡോക്ടർമാരുടെയൊക്കെ തന്നെ മൊഴികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പെൺകുട്ടി അനുഭവിച്ച ക്രൂരമായ പീഡനം, അതിൻ്റെ ആരോഗ്യാവസ്ഥ, മെഡിക്കൽ റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം, തുടർ നടപടികൾ, അതൊക്കെ ഇനി അതിവേഗം തന്നെ പൂർത്തീകരിക്കപ്പെടുമല്ലേ? പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ഇന്ന് തന്നെ നടക്കാനുള്ള സാധ്യതകൾ നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം എറണാകുളത്ത് 24 മണിക്കൂർ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷേ പോലീസ് ഇതുവരെ എത്തിയിട്ടില്ല. പോലീസ് എത്തി ഈ ആശുപത്രിയിൽ വെച്ച് തന്നെയായിരിക്കുമോ ഇൻക്വസ്റ്റ് നടത്തുക, അതോ ഇവിടെ നിന്ന് സർക്കാർ ആശുപത്രിയിലേക്ക്, അത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ ശേഷമായിരിക്കുമോ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുക എന്നത് ഇപ്പോഴും വ്യക്തമല്ല. അത് അന്വേഷണ സംഘം എത്തിയ ശേഷം മാത്രമേ അക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിലെ ICUവിന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ താഴേക്ക് എത്തിച്ചിട്ടില്ല. താഴേക്ക് അല്പസമയത്തിനകം തന്നെ എത്തിക്കും. അതിനുശേഷം മോർച്ചറിയിലേക്ക് മാറ്റുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കാരണം പോലീസ് എത്തുന്നതിനനുസരിച്ചായിരിക്കും ബാക്കി നടപടികളിലേക്ക് ആശുപത്രി അധികൃതർ പോകുക. എന്തായാലും കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് എറണാകുളത്തെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ മുതൽ ഈ കുട്ടിയുടെ നില അതീവ ഗുരുതരമായിരുന്നു. ഞായറാഴ്ച മുതൽ തന്നെ വെന്റിലേറ്റർ സപ്പോർട്ടിൽ തന്നെയാണ് ആ കുട്ടിയുടെ ജീവൻ നിലനിർത്തിയിരുന്നത്. 19 വയസ്സ് മാത്രമാണ് ആ കുട്ടിയുടെ പ്രായം. അതുകൊണ്ടാണ് ഇത്രയധികം ദിവസമെങ്കിലും ആ ജീവൻ നിലനിർത്താൻ കഴിഞ്ഞത് എന്നതാണ് ഡോക്ടർമാരടക്കം പറയുന്നത്. ആ ചെറിയ പ്രായത്തിൽ അവർ ജീവന് വേണ്ടി വലിയൊരു പോരാട്ടം നടത്തി. അതുകൊണ്ടാണ് ഇത്രയും ദിവസം ആ പോരാട്ടം നീണ്ടു നിന്നത്. കാരണം ഈ അത്രയും വലിയ പരിക്കാണ് ആ കുട്ടിയുടെ തലയ്ക്കുണ്ടായിരുന്നത്. തലയ്ക്കേറ്റ പരിക്ക്, കഴുത്തിൻ്റെ ഭാഗത്തൊരു വലിയ മുറിവുണ്ട്. അതോടൊപ്പം തന്നെ കഴുത്തിൽ ഈ ഷോൾ ചുറ്റി മുറുക്കിയതിൻ്റെ അടയാളങ്ങളുണ്ട്. ഇതെല്ലാം ഈ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ തന്നെയാണ്. കാരണം പ്രതീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൃക്സാക്ഷികളില്ലാത്തൊരു കേസാണ്. ശനിയാഴ്ച രാത്രിയിലാണ് ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായിരിക്കുന്നത്. പക്ഷേ കുട്ടി ഈ അബോധാവസ്ഥയിൽ വളരെ ഗുരുതരമായ പരിക്കുകളോടെ ഞായറാഴ്ച രാവിലെയാണ് ബന്ധുവിൻ്റെ ശ്രദ്ധയിൽ വരുന്നത്. അവർ ആ വീട്ടിലേക്ക് വരുമ്പോഴാണ് ഈ കുട്ടി വളരെ ഗുരുതരമായി പരിക്കേറ്റ് ചോരയിൽ കുളിച്ച് കിടക്കുന്നത് കാണുന്നത്. അവിടെ നിന്ന് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അബോധാവസ്ഥയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്താൻ പോലീസിനോ ആശുപത്രി അധികൃതർക്കോ ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല. സാധാരണ നിലയിൽ ആശുപത്രിയിൽ ഒരു പരിക്കേറ്റ് വരുമ്പോൾ സ്വാഭാവികമായും അവർക്ക് ബോധമുണ്ട് എങ്കിൽ ഡോക്ടർമാർ എന്താണ് സംഭവിച്ചതെന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കും. അത് അവർ രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് നിയമപരമായി തെളിവ് മൂല്യമുള്ള ഒരു കാര്യം കൂടിയാണ്. അതോടൊപ്പം തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഈ കുട്ടി അബോധാവസ്ഥയിലായതുകൊണ്ട് തന്നെ കാര്യങ്ങളൊന്നും ചോദിച്ച് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ കേസിലെ പ്രതി അനൂപിൻ്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനൂപ് നൽകിയ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, വിവരിക്കുമ്പോൾ നമുക്ക് പോലും അത് ഉൾക്കൊള്ളാനാകാത്ത വണ്ണം ഒരു മനുഷ്യജീവനെ ഇഞ്ചിഞ്ചായി അങ്ങനെ മുറിവേൽപ്പിക്കുകയും മർദ്ദിക്കുകയും അത് കണ്ട് ആസ്വദിക്കുകയും ആക്രോശിക്കുകയും ഒക്കെ ചെയ്ത ഒരു പ്രതിയാണ് കണ്ടത്. അപ്പോൾ ആന്തരികമായി ഏറ്റ മുറിവുകളുടെ ആഴം അത്രമേൽ വലുതായിരുന്നു. ഒരു തരത്തിൽ പോലും മരുന്നുകൾ നമ്മുടെ ഈ ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രത്തിന് അതിനെ പരുവപ്പെടുത്താനോ അല്ലെങ്കിൽ അതിനോട് പൊരുത്തപ്പെടാനോ കഴിയാത്തവണ്ണം മാറിയെങ്കിൽ ആ പീഡനത്തിൻ്റെ കൂടി അവസ്ഥയാണ് പുറത്തേക്ക് വരുന്നത്, അല്ലേ ബിനിൽ? വളരെ ഗുരുതരമായ പീഡനമാണ്. വലിയ പരിക്കുകളാണ് ഏറ്റിരുന്നത്. ഒരു വലിയ ലഹരിക്കടിമയായ ഒരു വ്യക്തി നടത്തിയ ക്രൂരമായ